കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുനന്ദയും നിധിയും കൂടെ സംസാരിക്കുന്ന അമ്പലത്തിൽ വെച്ചിട്ട് എനിക്ക് സുഭാഷ് ഉറങ്ങാൻ പറ്റണില്ല, കണ്ണടച്ചാൽ സുഭാഷേട്ടൻ്റെ മുഖം മാത്രമേ ഉള്ളൂ മനസ്സിൽ എന്നൊക്കെ പറയും. ഞാൻ കാരണം നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിച്ചല്ലേ, സോറി എന്ന് പറയും. ഒന്നും വേണ്ട. അപ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറയും. അപ്പോഴത്തേനും അമ്മ വരുന്നുണ്ട്. അമ്മ വരുമ്പോൾ എന്തിട്ടടി നീ എൻ്റെ മോളോട് പറഞ്ഞ് മനസ്സ് മാറ്റാൻ നോക്കണം, കല്യാണം ഉറപ്പിച്ച പെൺകുട്ടീന് എന്തടി എന്നൊക്കെ ചോദിക്കും. നിങ്ങളെ മോളെ ഞാനൊന്നും പറഞ്ഞ് മയക്കാൻ വന്നതല്ല, ഞാൻ അമ്പലത്തിലേക്ക് വന്നാണ്, നീ ഇതിന് വേണ്ടിയിട്ടുണ്ട് ഈ അമ്പലത്തിൽ വരുന്നതെന്നൊക്കെ ചോദിക്കും. നീ നിൻ്റെ ആ നശിച്ച വീട്ടുകാരും കൂടി നീ എൻ്റെ മോളെ പാട്ടിലാക്കാൻ നോക്കണമെന്ന് ചോദിക്കും. അവരെ നിങ്ങളെ പോലത്തെ ആൾക്കാരല്ല, പാട്ടിലാക്കാനായിട്ട് നിങ്ങളുടെ മോളെ പാട്ടിലാക്കാൻ വന്നതല്ല ഞാൻ. നിങ്ങളുടെ മോളുടെ മനസ്സിലെ ആഗ്രഹം നിങ്ങൾക്കറിയില്ല, അത് നടത്തി കൊടുക്കാൻ നിങ്ങൾ തയ്യാറുമല്ല. എനിക്ക് കൂടുതൽ നിങ്ങളോടൊന്നും സംസാരിക്കാനുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാമെന്ന് വെച്ചാൽ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ച് നിങ്ങൾ അത്ര മോശമായി ഒന്നും സംസാരിക്കേണ്ട. അവരെങ്ങനെയുള്ളവരൊന്നും എനിക്ക് നന്നായി അറിയാം. ഏറ്റവും ആ വീട്ടിലുള്ള പെർഫെക്റ്റ് ആൾക്കാരൊന്നും എനിക്കറിയാം. അല്ലാത്തവർ നിങ്ങളാണെന്ന് നിങ്ങളുടെ സംസാരം കണ്ടപ്പോൾ മനസ്സിലായി. അവരുടെ മുന്നിൽ നിങ്ങളെ ഒന്നുമല്ല എന്ന് പറയും. നീ വന്ന് കയറിയിട്ടല്ലേ ഓൾറെഡി നിനക്ക് മനസ്സിലാവോടി എന്ന് പറയും. എടി പൊടി എന്നൊക്കെ നിങ്ങളുടെ മോളെ വിളിച്ചാൽ വിളിച്ചാൽ നീ എന്ത് ചെയ്യോടിന്ന് ചോദിക്കും. എന്താടിന്ന് തിരിച്ചു ചോദിക്കും. സ്വന്തം മോളെ പ്രായമുള്ള ഒരു പെണ്ണിൻ്റെ വായനതൊക്കെ കേൾക്കണമെന്ന് ചോദിക്കും. നീ നിൻ്റെ തടിമാടന്മാർ ഭർത്താവിനെയും അച്ഛനെയും കൊണ്ടുവരുമോടി, എന്നെ തല്ലാനെന്ന് പറയും. അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല, ഞങ്ങളെ വീട്ടിലുള്ള ഒരു ഗുണ്ടകളൊന്നുമല്ല, അതാരെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. പിന്നെ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട എന്ന് പറയും. നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി, അത് നിങ്ങളെ വീട്ടിൽ വന്ന് സംസാരിച്ചു, അത് ശരിയല്ല എന്ന് തോന്നി, അത് അവിടെ അവസാനിച്ച്. മനസ്സിലായോ? മേലിൽ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ സംസാരിക്കാൻ വരരുതിട്ടാന്ന് പറയും. പിന്നെ നിധിനെ കാണിക്കുന്നത് വീട്ടിൽ. അപ്പം നിധി ആ പുതിയ പെൺകുട്ടീനെ കാണാൻ പോകാന്ന് പറയുമ്പോൾ സുഭാഷേട്ടൻ ചോദിക്കുന്നത് ഇത്ര പെട്ടെന്നോ, പതുക്കനെ പോരെ മോളേന്ന് ചോദിക്കും. അതൊന്നും പോരാ, ഇപ്പോൾ തന്നെ പോകണമെന്ന് പറയും. എന്നാൽ ഞാനും സുഭാഷേട്ടനും കൂടി പോകാമെന്ന് പറയും. ഇയാളെ പറഞ്ഞയക്കണ്ട, ഇയാളെ പറഞ്ഞയച്ച് ഇയാൾ മാത്രം സംസാരിക്കും, ആ പെണ്ണും സുഭാഷേട്ടനും ഒന്നും സംസാരിക്കില്ല എന്ന് ഹരീഷ് പറയും. എന്താടാന്ന് ചോദിക്കും. അപ്പോൾ നികേഷ് പോയാൽ മതി എന്ന് പറയും. എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ, ആ പെൺകുട്ടി ഒരു കോഫി ഷോപ്പിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, കോഫി ഷോപ്പിലേക്കോ? അതിനെന്താ കുഴപ്പം, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമെന്ന് പറയും. അതെ, ഞാനും വരാം ചേട്ടാന്ന് പറയും. അപ്പം നിധി പറയാം, എന്നൊരു കാര്യം ചെയ്യും, ഞാനും കൂടി വരാമെന്ന് പറയും. ഓ, അന്ന് സെറ്റ് എന്ന് പറയും. എന്നാൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കാമെന്ന് പറയും. അപ്പം സുധീഷിനെ കൂടെ പോകാണ്ട് ഭയങ്കര വിഷമം. സുധീഷിനെ എന്ത് ചെയ്താൽ പറഞ്ഞയക്കില്ല എന്ന് ഹരീഷും. അപ്പോൾ പറയുന്നത് ഞാൻ വണ്ടി എടുക്കാം, അപ്പോൾ പിന്നെ നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറയും. എടാ നോക്കിയേ, അവൾക്ക് എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടെ പോരാന്ന് പറഞ്ഞിട്ട് അവളൊന്നും മിണ്ടാഞ്ഞത്. നിങ്ങളോട് സ്നേഹമോ ഏട്ടത്തിക്കുക എന്ന് പറഞ്ഞിട്ട് തുപ്പും. അയ്യേ, ഇങ്ങനത്തെ ഒരു മനുഷ്യൻ, എന്താ നിങ്ങൾ സംസാരിക്കണേന്ന് ചോദിക്കാം. അവിടെ അടക്കം പറിച്ചില്ലേ, ഒന്നുമില്ല എന്ന് പറയും. ഒന്നുമില്ല എന്ന് പറയും. അതെ. അപ്പോഴത്തേനും വിഷയം മാറ്റിക്കിന്. അങ്ങനെ എല്ലാവരും കൂടെ ചിരിച്ച് കളിച്ചൊക്കെ അവർ സെറ്റാകണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഫാമിലി മൊത്തം ആ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഈ റെസ്റ്റോറൻറ്റിലാണോ വരാൻ പറഞ്ഞത്, ഇങ്ങോട്ട് വരുമ്പോൾ പെൺകുട്ടിയെന്ന് പറയും. അങ്ങനെ നോക്കിയടാ, നിധിക്ക് എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഒന്നും പറയാതെന്ന് പറയും. അതെ ഏട്ടൻ ഈ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടത്തിനോടൊന്ന് ഓടിക്കരുതിട്ടാന്ന് പറയും. എന്തിട്ടാടാ നീ പറയണേന്നൊക്കെ ഒന്നുമില്ല എന്ന് പറയും. അത് ഞാൻ നിന്നോട് പിന്നെ ചോദിച്ചോളാന്ന് പറയും. അതിനുശേഷം പിന്നെ രണ്ടുപേരും കൂടെ നിധിയുടെ അടുത്ത് സുധീഷ് ഓടി വന്നിരിക്കാൻ നോക്കും. പക്ഷേ നികേഷ് തട്ടിയിട്ട് നികേഷ് ഇരിക്കും. നികേഷിന് അറിയാല കാര്യങ്ങളൊക്കെ. അങ്ങനെ ഏട്ടത്തിയും അനിയനും കൂടി ഇരിക്കും. ചേട്ടനും അനിയനും കൂടെ അപ്പുറത്തും ഇരിക്കും. അങ്ങനെ ഒരു ചായയുടെ വില നോക്കിയപ്പോൾ 150 രൂപ. 150 രൂപ ചായയെ. അങ്ങനെ അവരാകെ ഞെട്ടി നിൽക്കണ്. ആ സമയത്ത് മോഡലായിട്ടുള്ള ഒരു പെണ്ണും ഒരു ചെക്കനും വരുന്നുണ്ട്. അപ്പോൾ ഇത് ആരണാവോ എന്ന് ഒരിക്കലും ഈ പെണ്ണായിരിക്കില്ല എന്ന് വിചാരിക്കും. പക്ഷെ അവർ തന്നെയായിരുന്നു. എന്നിട്ട് അവിടെ അടുത്തുനിന്ന് സംസാരിക്കും. നിങ്ങൾക്ക് എന്തിട്ട് വേണ്ട, കോഫി പറയട്ടെ? കൂളെന്ന് പറയും. കൂളോ എന്ന് പറയും. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ നിധിക്ക് മനസ്സിലാവും. എന്നിട്ട് 2 കോഫി പറയും. എന്നിട്ട് നിങ്ങളോട് അപ്പുറത്തെ ടേബിളിൽ പോയിരിക്കാൻ പറയും, അവർ സംസാരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അവരെനിക്കുമ്പോൾ കൂടെ പയ്യനെ എനിക്ക് പറയും, നിങ്ങളിവിടെ ഇരിക്കുക, അവർ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഐശ്വര്യ ഞാനില്ലാണ്ട് സംസാരിക്കില്ല എന്ന് പറയും. ബ്രദറായിരിക്കും അല്ലേ ആ പയ്യനെ, അവനെ കണ്ടിട്ട് വലിയ ബ്രദറിൻ്റെ പോലെ ഒന്നും ഇല്ലല്ലോ, കയ്യുമൊക്കെ പിടിക്കണ്ടല്ലോ ഏട്ടത്തി, എന്തോരം പന്തികേടുണ്ടല്ലോ എന്നൊക്കെ പറയും. സുധീഷ് ആ നേരം കൊണ്ടൊരു കോഫി ഓർഡർ ചെയ്തിട്ട് കൊണ്ടു കൊടുക്കണം നിധിക്ക്. ലവ് ചിഹ്നമൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ നിധി അത് കണ്ടില്ല. ഗ്ലാസ് ടീസ്പൂൺ ഇട്ട് അങ്ങോട്ട് ഇളക്കും. നികേഷിന് ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റണില്ല. ഇതേ സമയം തന്നെ പെൺകുട്ടി നമ്മുടെ സുഭാഷിനെ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. സിനിമയ്ക്ക് പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അനിയൻ പോകും, അനിയൻ കഥ പറഞ്ഞുതരും. സിനിമയ്ക്ക് പോകാത്ത ആൾക്കാരുണ്ടോ, നിങ്ങൾക്കൊരു മാസം എത്ര ഇൻകം ഉണ്ടെന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ജോലിയുള്ള സമയത്തൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഒരു 20,000 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയും. അങ്ങനെ പിന്നെ ആ പെൺകുട്ടി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല.
അപ്പോൾ ഈ പയ്യൻ തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതാരും ചോദിക്കുമ്പോൾ ഇത് എൻ്റെ ബെസ്റ്റി എന്ന് പറയുമ്പോൾ ഓ ഫ്രണ്ടല്ലേ, ഫ്രണ്ടൊന്നുമല്ല ബെസ്റ്റി എന്ന് പറയും. ബെസ്റ്റിയോ എന്തായാലും നമ്മുടെ സുഭാഷിന് ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവണില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ എഴുന്നേറ്റ് വന്ന് സുധീഷിൻ്റെയും ഇവരെടുത്ത് വന്നിട്ട് പറയും ശരി ഞങ്ങൾ അറിയിക്കാട്ടാന്ന് പറയും. ആ ശരി എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ അവർ പോകും. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഇത് ആരാ ചേട്ടാ ഈ പെണ്ണ് ചെക്കനും തമ്മിൽ എന്താ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് പോലെ, ആങ്ങളെന്നൊന്നും എനിക്ക് തോന്നണില്ല എന്ന് പറയും. അപ്പോൾ സുധീഷാണ് ചോദിക്കുന്നത് ആ ശരിയുള്ള ചേട്ടാ അതാരാണ്, ബ്രദറിനൊന്നും ബ്രദറായിട്ട് തോന്നില്ലല്ലോ എന്നറിയും. അപ്പോൾ നിധി പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ പറയും ഇല്ല ബ്രദറില്ല, 2 പെൺകുട്ടികളെന്നുള്ള പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതാരെന്ന് ചോദിക്കും. അതെ അത് ആരാണെന്ന് എന്നോട് പറഞ്ഞു മോളേന്ന് പറയും. ആരാണെന്ന് ചോദിക്കും. അത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ആ ഒരു പേര് പറഞ്ഞടാ ബെസ്റ്റി എന്നങ്ങാണ്ട പറഞ്ഞതെന്നറിയും. ബെസ്റ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് സുധീഷ് വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് ഞെട്ടി തെറിക്കിനെ ബെസ്റ്റിയോ എന്ന് ചോദിക്കും. ബാക്കിലും ഉള്ളവരൊക്കെ ഞെട്ടണാകെ നമ്മുടെ നീതിക്കും മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ആ പെൺകുട്ടി ആ ചെക്കനായിട്ടുള്ളൊരു മോശമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അങ്ങനെ ഒരു ചെക്കൻ പെണ്ണിന് നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ തലയിൽ കെട്ടിയേക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ തന്നെ നിധി ആലോചിക്കുന്ന വേണ്ടാന്ന് വയ്ക്കുന്ന ബന്ധം. അതിനുശേഷം സുധീഷും നിധിയും കൂടി 2 പേരും കൂടെ സംസാരിക്കും. നമുക്ക് ആരറിയാണ്ട് സുനന്ദരെയും സുഭാഷ് ചേട്ടൻ്റെ വിവാഹം നടത്തിയാലോ എന്ന് ചോദിക്കുന്നുണ്ടോ. പരസ്പരം ഇഷ്ടമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് തുറന്നു പറയാത്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കും. ഞാനേ സുനന്ദനെ എന്തെങ്കിലും പറഞ്ഞ അമ്പലത്തിലേക്ക് കൊണ്ടുവരാം, സുഭാഷ് ചേട്ടനെയും കൊണ്ട് നിങ്ങളും അങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് അമ്പലത്തിൽ വെച്ച് അങ്ങോട്ട് വിവാഹം നടത്താമെന്ന് പറയും. നിധിയുടെ ധൈര്യം കണ്ട് സുധീഷ് ആകാൻ തളിക്കുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് വന്ന സുനന്ദനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം, ഇല്ലെങ്കിൽ പിന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ എനിക്ക് സുഭാഷ് ചേട്ടൻ്റെ കൂടെ ജീവിക്കണം, എന്ത് തന്നെ ആയാലും ഞാൻ എല്ലാം സഹിക്കാൻ തയ്യാറാണ്, എനിക്ക് സുഭാഷ് ചേട്ടൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, കണ്ണടച്ചാൽ സുഭാഷ് ചേട്ടൻ്റെ മുഖം മാത്രമേ ഉള്ളൂ നിധി എന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ അനാവശ്യ സെൻറ്റിമെൻറ്റ്സ് കളയി, എന്നിട്ട് ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യാൻ പറയും. അങ്ങനെ നിധിയും സുനന്ദയും കൂടി ഒരു തീരുമാനം എടുക്കണ്. 2 പേരും കൂടി നിധി നമ്മുടെ സുനന്ദ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ചാടാൻ തയ്യാറായി അമ്പലത്തിലേക്ക് വരാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെയും സുനന്ദയുടെയും വിവാഹം നടത്താൻ നിധി തീരുമാനിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ 2 പേരും കൂടെ അങ്ങനെ സെറ്റാക്കുന്നുണ്ട്.